ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമ്മുടെ ഫ്രീ ഇംഗ്ലീഷ് കാലിഗ്രാഫി കോഴ്സിൻ്റെ ലെസൺ 3 ആണ്, 3ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഗേറ്റ് ലൈനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഗേറ്റ് ലൈൻ ഉണ്ട് നമ്മുടെ കാലിഗ്രാഫി, ബ്രഷ് പെൻ കാലിഗ്രാഫിയിൽ വരുന്നൊരു റൂളാണ് ഗേറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയച്ച് തന്നിട്ടുള്ളൊരു പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ പേര് വരുന്നത് റൂൾഡ് പേപ്പർ. അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ ഈ പേപ്പർ എന്താണെന്നുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ ഓരോ 2 കോളംസ് ആയിട്ടാണ് യൂസ് ചെയ്യണത്. നമ്മൾ ഈ ഷീറ്റ് യൂസ് ചെയ്യുമ്പോൾ ഓരോ 2 കോളംസ് ആയിട്ടാണ് യൂസ് ചെയ്യണത് ഉള്ളത്. അപ്പോൾ ഇവിടെ 1 2 1 2 1 2 അങ്ങനെ 3 എണ്ണമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സെൻറ്ററിൽ വരുന്ന 1 2 ആണ് എക്സ് ആയിട്ട്, അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ മേലത്തെ 1 2 ആണ് അസെൻഡിങ് ലൂപ്പ്. അത് അസെൻഡിങ് ലൂപ്പാണ്. ആ ഒരു 2 കോളത്തിൽ വരുന്ന ആ ഒരു പോർഷൻ്റെ പേര് വരെ അസെൻഡിങ് ലൂപ്പാണ്. ഇത് ഡിസെൻഡിങ് ലൂപ്പ്. അപ്പോൾ ഈ ഒരു റൂള് നമുക്ക് മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിനെ കുറിച്ചിട്ട് ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മുടെ കോഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്, കംപ്ലീറ്റ് ക്ലാസ്സുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസൊക്കെ അതിൽ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും കൂടെ ഈ ഒരു 1 2 1 2 1 2 എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും 1 2 1 2 1 2 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സൈറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു എക്സൈറ്റിൽ നിന്നാണ് നമ്മളെപ്പോഴും സ്ട്രോക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 3 ടൈപ്പ് വരുന്നതുണ്ട്. അത് 3ഉം കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് എക്സൈറ്റ് മാത്രം യൂസ് ചെയ്യണ ലെറ്റേഴ്സാണ്. അതായത് എക്സൈറ്റ് മാത്രം ഉപയോഗിക്കണ ലെറ്റേഴ്സ്. ഓക്കെ, ഈ 2 കോളംസ് മാത്രമാണ് നമ്മൾ എഴുതാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അസെൻഡിങ് ലൂപ്പും അതുപോലെ തന്നെ എക്സൈറ്റും രണ്ടും ഉപയോഗിക്കണ ലെറ്റേഴ്സാണ്. എക്സൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട്, അസെൻഡിങ് ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മേലെയും താഴെയും നമ്മൾ 4 കള്ളികൾ യൂസ് ചെയ്തു അല്ലേ. 1 2 3 4. ഇനി അടുത്തത് കൂടെ കാണിച്ചു തരാം. അടുത്തത് നമ്മൾ എക്സൈറ്റും ഡിസെൻഡിങ് ലൂപ്പാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തിനാണ് ഗേറ്റ് ലൈൻ ഉപയോഗിക്കണേ എന്നുള്ളത്. നമുക്ക് ഒരുപാട് നമ്മൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ മേലെയും താഴേക്കും പോകാൻ പാടില്ല. എല്ലാം പാരലായിട്ട് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂൾസ് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഗേറ്റ് ലൈന് മസ്റ്റായിട്ട് നിങ്ങൾ ഓരോ ലെറ്റേഴ്സ് എഴുതുമ്പോഴും മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. തന്നെ നിങ്ങൾ പേര് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, കോഴ്സിന് ജോയിൻ ചെയ്യുക, ലിങ്കിൽ കയറി ചെയ്യുക കേട്ടോ.